ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏപ്രിൽ ഇൻടേക്കിലേക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടിയ എമീമയുടെ അച്ഛനാണ്. അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു സ്കൈ ഹോക്കിൻ്റെ ഒരു സർവീസസ്? ഒത്തിരി നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ പല ഏജൻസികളെ ഇങ്ങനെ സമീപിച്ചിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, കാരണം പ്രത്യേകിച്ച് 2 വർഷങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൻ്റെ കുറച്ച് ഇടയ്ക്ക് പൈസ പോയവരുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അടുത്ത ഇൻടേക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ്. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്കൈ ഹോക്കിൽ വന്ന സമയം മുതൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് പ്രണവ് സാറ് ഞങ്ങളിങ്ങനെ വിളിക്കുമ്പോഴെല്ലാം ഒരു പേരൻസിൻ്റെ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. സാറിന് പല ഏജൻസിയിലും പോയപ്പോഴെല്ലാം പേരൻസിനോട് അവർ സംസാരിക്കാറില്ല. അത് മാത്രമല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ പേരൻസ് നമ്മളോട് സംസാരിക്കുക എന്ന് പറയുന്ന അവരുടെ ഒത്തിരി ആകുലതയോ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. സംഭവിക്കുമോ, നടക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തയാണ്. പക്ഷേ അത് തീർന്നത് ഇവിടെ വന്നപ്പോഴാണ്. കാരണം വെച്ചാൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രണവ് സാർ അത് നന്നായി ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിരുന്നു. എല്ലാം കൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയാണ് ഈ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് അറിയുന്നത്? ഹൗസ് ബിൽഡിംഗ് സാധാരണ അറിഞ്ഞത് തന്നെ മീഡിയ വഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കാനൊരു കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഫാമിലിക്ക് ഒരു യൂറോപ്പിൽ വിട്ടൊരു നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കുറച്ചുകൂടെ സാമ്പത്തിക എന്ന നിലയിലൊരു വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മീഡിയ വഴിയാണത് ഇങ്ങനെ അറിഞ്ഞത്. മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടി പഠിക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി. അതാണ് പ്രത്യേകിച്ച് ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യൂറോപ്പ് സ്വപ്നമായിട്ട് തന്നെ നിൽക്കും. അങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കാൻ. പിന്നെ അവളുടെ ഒരു സ്വപ്നമായിരുന്നു അത്. കുട്ടികളെ പുറത്തോട്ട് വിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് പാരൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ജർമ്മനി ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ തന്നെ ഒരു നല്ല ഏജൻസി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു കാര്യം. പ്രത്യേകിച്ച് സ്കൈ ഹോക്കിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സ്കൈ ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏജൻസികൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി കളിപ്പീര് നടക്കുന്നുണ്ട്, ഒത്തിരി പൈസ പോകുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അതിൻ്റെ സമയങ്ങൾ പോകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം വേറെ എന്തെങ്കിലും പറയും, നമുക്ക് സ്വപ്നങ്ങൾ മാത്രം തരും, സമയത്ത് നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനിടയിൽ ജർമ്മനി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഏറ്റവും അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് നല്ല ഏജൻസി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പം അത് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളെ പുറത്ത് തന്നെ ഇട്ട് പഠിപ്പിക്കണം എന്ന് സ്വപ്നമുള്ളവർക്ക് എപ്പോഴും ഇത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതാണ് എൻ്റെ സത്യം. അപ്പോൾ ഏതെങ്കിലും പാരൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൈ ഹോക്കിനെ സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായും. കാരണം ഞങ്ങൾക്ക് ഇത്ര നാളും ഞാൻ ഇതിവിടെ മാത്രം പറയുന്ന കാര്യമല്ല, എൻ്റെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്കെപ്പോഴും പറ്റിയൊരു ഏജൻസി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. ഈ ഏജൻസിയെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം, ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതെല്ലാം ഏതാണ്ട് 4.5 ലക്ഷം രൂപയായിരുന്നു ഏജൻസി ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ സമീപിച്ചപ്പം സാറിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് 3.5-3.70 നിൽക്കുമെന്നാണ്. പക്ഷേ ഏജൻസിയുടെ സത്യസന്ധത എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ കാര്യം, പിന്നീട് സാർ എന്നോട് പറഞ്ഞു അത്രയും ആവത്തില്ല, 3.5 ലക്ഷം 3 നിൽക്കുമെന്ന് പറഞ്ഞു. കാരണം ഏജൻസിയുടെ വ്യത്യാസം, സ്പോൺസറുടെ വ്യത്യാസമൊക്കെ വന്നപ്പം 3 നിൽക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു നമ്മളെ സ്ട്രൈക്ക് ചെയ്തു. കാരണം സാധാരണഗതിയിൽ ഒരു ഏജൻസിക്ക് വേണമെങ്കിൽ ഈ 3.70 പറഞ്ഞാൽ കൊടുക്കാൻ ബില്ലിങ്ങാണ്, അവർ തയ്യാറാവും. ഇനിയിപ്പം കടം മേടിച്ചാലും എന്താണെങ്കിലും അവർ കൊടുക്കാൻ തയ്യാറാവും. കാരണം കുഞ്ഞുങ്ങളെ പുറത്ത് വിടുക എന്നുള്ളവരുടെ സ്വപ്നമായതാണ്. പക്ഷേ അത് കൊടുക്കാൻ അവർ വില്ലിങ് ആവും എന്നുള്ളത് ഏജൻസിക്ക് നന്നായിട്ട് അറിയാം. അവർക്കത് മേടിക്കാനും പറ്റും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലത് വാങ്ങിക്കാനും പറ്റും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എനിക്കത് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3.70 നിന്ന് ഒറ്റയടിക്ക് 3 കൊണ്ടുവന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സാധാരണ ഞങ്ങൾ ഇതുവരെ പോയിടത്തെല്ലാം 3.5, 3.70, 4.5 അതൊക്കെയായിരുന്നു ചോദിച്ചത്. അപ്പം ഇതൊരു സത്യസന്ധമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ഏജൻസി എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. സ്കൈ ഹോക്ക് തിരഞ്ഞെടുക്കാൻ അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കൈ ഹോക്ക്. ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷമുള്ള എയർപോർട്ട് പിക്കപ്പ് ആയാലും അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്സ് ആയാലും എല്ലാം നമ്മുടെ സ്കൈ ഹോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഒത്തിരി താങ്ക്സ് സാറേ.